രണ്ടാമത്തെ കാര്യം, ആ വിഷയം ഞാൻ വ്യക്തമായി തന്നെ 3 ക്ലിപ്പുകളിലൂടെ ഈ കരുളായിക്കാരൻ്റെ ക്ലിപ്പ് തന്നെ കേൾപ്പിച്ചു. ഈ 3 ക്ലിപ്പ് കേൾപ്പിക്കുന്നതിന് മുമ്പ് ജബ്ബാർ ഹാജിയുടെ ഫോട്ടോ വെച്ച് നിങ്ങളുടെ പ്രവർത്തകർ തന്നെ എല്ലാ സ്ഥലത്തും പ്രചരിപ്പിച്ച ആ ക്ലിപ്പും വെച്ച് തന്നു. ആ ക്ലിപ്പ് വെച്ചപ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് സമയത്താണ് എന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം അതിൻ്റെ മുഖദ്ദിമയായി മുഖവുരയായി പൊതുവായി പറഞ്ഞൊരു കാര്യം വിട്ടതാണ്. ഈ ചങ്ങായി ആദ്യം നുണ പറഞ്ഞേ, ആ നുണ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് നുണയുടെ മാലപ്പടക്കം ഈ പ്രസംഗത്തിലും ഇതിന് ശേഷം നടത്തിയ പ്രസംഗത്തിലും കളവ് മാത്രം പറയും. എത്ര കളവുകളാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്താണെന്ന് തന്നെ പറഞ്ഞിട്ടില്ലാന്നോ? ആരോടാ പറയണ്ടേ? അതിൻ്റെ പ്രസംഗം കേട്ട് വയ്ക്കുക. ഈ ഇലക്ഷനിൽ വഹാബ് സഖാഫി ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് വഹാബ് സഖാഫി പോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാണ്ട് 2 ക്ലിപ്പ്. അത് വഹാബ് സഖാഫി ഈ ഇലക്ഷനിൽ ഇറങ്ങി എന്ന് പറഞ്ഞിട്ടല്ലേ? അതിന് ശേഷം അപ്പുറത്തുനിന്ന് ഒരാൾ ഇറങ്ങി. എന്നിട്ട് ഈ അസീറിൻ്റെ ക്ലിപ്പ്. ഇതിപ്പോൾ പറയാം ഞാൻ തെരഞ്ഞെടുപ്പ് സമയത്തൊന്നും പറഞ്ഞിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പറഞ്ഞേ, ഒരു സംശയമില്ല. അല്ല ജെത്ത് അതിന് മുമ്പ് ഇലക്ഷന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള വാദഗതി കാണിച്ചു തരുമോ? വെല്ലുവിളിക്കാൻ മലപ്പുറത്ത് ആ ക്ലിപ്പ് ഇടുമ്പം ഇപ്പം പറയണത് അറിയോ? ഇലക്ഷന് ഇറങ്ങിയിട്ടുണ്ട്, അത് ഞാൻ ക്ലിപ്പ് കേൾപ്പിച്ചിട്ടുണ്ട്. ഇലക്ഷന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്, അതിനാണ് ഞാൻ ഇലക്ഷന് മുമ്പ് ഇറങ്ങി എന്നുള്ള ഇത് അറിയിക്കാനാണ് ഞാൻ കരുളായിൻ്റെ നിലമ്പൂരത്തെ ക്ലിപ്പ് വെച്ച് പാർച്ചനോണ. എന്തിനാണ് ആ ക്ലിപ്പ് ഇട്ടത്? എവിടെയോ ഒരു പരാമർശം ഇലക്ഷനിൽ അതിങ്ങോട്ട് 4-5 തവണ പ്ലേ ചെയ്തിട്ട് കണ്ടോ? ഇലക്ഷനിൽ തന്നെ നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതാരാ നിഷേധിച്ചത്? ജബ്ബാർ ഹാജിയുമായി ബന്ധപ്പെട്ട ഈ ക്ലിപ്പ് പറയുമ്പോഴാണ് ഞാൻ ചോദിച്ചത്, അത് ഇലക്ഷന്റെ സമയത്താണ് എന്ന് ഞാൻ പറഞ്ഞത് എവിടെ? അതിന് നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ജബ്ബാർ ഹാജിയുമായി ബന്ധപ്പെട്ട ആ ക്ലിപ്പ് ഇടുന്ന സമയത്ത് തന്നെ അതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇലക്ഷനിൽ. എവിടെയാന്ന് പറഞ്ഞല്ല, എവിടെയൊരു സ്ഥലത്തല്ല, കരുളായിൻ്റെ ക്ലിപ്പ്. നമ്മൾ നിഷ്പക്ഷമായി പറയാം. നമുക്കിപ്പോൾ ഒരാളെ ഭാഗം കുറേണ്ട കാര്യമില്ല. നിഷ്പക്ഷമായിട്ടൊന്ന് കേട്ടോക്കി. കളവ് പറഞ്ഞാൽ അല്ല, ആര് കളവ് പറഞ്ഞാലും കളവ് തന്നെ, മനസ്സിലായോ? ആ നിൽക്കാൻ പറയണ്ടേ. അല്ലാതെ ഒരാൾ പൊന്തിച്ചതിൻ്റെ കാര്യം നമുക്കില്ല. ഹക്ക് സത്യം എവിടെയെന്നുള്ളത് ആ വിഷയത്തിൽ ഇവൻ പച്ച കളവ് പറഞ്ഞാൽ ക്ലിപ്പ് ഇട്ടതാ. അതന്നെ ജബ്ബാർ ഹാജിക്കെതിരെ പറഞ്ഞതല്ല. ജബ്ബാർ ഹാജിക്കെതിരെ പറഞ്ഞതാന്ന് പറഞ്ഞിട്ട് ആ ക്ലിപ്പ് ഇട്ടിന് മുമ്പാണ് ഈ ഇലക്ഷനിൽ എന്ന് പറഞ്ഞിട്ട് വഹാബ് സഖാഫി ഇറങ്ങി, അപ്പുറത്തുനിന്ന് ഇയാൾ ഇറങ്ങി, എന്നിട്ട് ആ ക്ലിപ്പ് ഇട്ടുണ്ട്. എന്നിട്ട് എവിടെയോ ഇലക്ഷനിൽ തന്നെ ക്ലിപ്പ് 4 വട്ടം അയച്ചു. ഇതെന്തേ കേൾപ്പിക്കാത്തേ? എന്നാൽ ആൺകുട്ടിയാണെങ്കിൽ അതിൻ്റെ അപ്പുറം കേൾപ്പിക്കടാ. ഈ വിഷയം പറഞ്ഞ് തുറന്നിട്ട് അവിടെ നിന്ന് കേൾപ്പിക്കേ. അപ്പോൾ മനസ്സിലാവും. എൻ്റെ മുഖദ്ദിമ ഇലക്ഷന് മുമ്പ് പറഞ്ഞതാണ്. അതാ ഞാൻ ആ ക്ലിപ്പ് കേൾപ്പിച്ച്. ഇലക്ഷനിൽ ഇറങ്ങി ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ഇലക്ഷനിൽ ഇറങ്ങി എന്ന് പറഞ്ഞത് ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഈ ക്ലിപ്പ് ഇട്ടപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മറ്റേ ക്ലിപ്പ് 3 ക്ലിപ്പ് ഇട്ടപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇലക്ഷനിൽ സജീവമായി എന്ന് പറയാനാണ് ആ 3 ക്ലിപ്പറ കൊടുക്കുന്നത്. ഈ ഇലക്ഷനിൽ ഇവർക്കെതിരെ കളി തുടങ്ങിയിട്ടുണ്ട്. പണ്ട് AP വിഭാഗം കളിച്ച കളി ഇയാളെ കൊണ്ടും കളിപ്പിച്ചു. ഈ ഇലക്ഷനിൽ എന്ന് പറഞ്ഞിട്ട് ആ ക്ലിപ്പറ കളിപ്പിക്കണ്ടേ. എന്നിട്ട് ഈ ഇലക്ഷനിൽ ഞാൻ പറഞ്ഞിട്ടില്ല, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇപ്പൊ വന്നാണ് പറയുന്നത് ഇലക്ഷനിൽ ഇറങ്ങിയിട്ടുണ്ട്, മുമ്പ് ഇറങ്ങിയിട്ടുള്ള ക്ലിപ്പാണ് ഞാൻ കരുളായിൻ്റെ ഏത് ക്ലിപ്പിട്ടേ? നിലമ്പൂരത്തെ ക്ലിപ്പിട്ടേ. ഇവർ തെരഞ്ഞെടുപ്പ് ഗോതയിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട് എന്നതിന്റെ രേഖ കൊണ്ടുവരുന്നത് ആദ്യം വിട്ട ആ ക്ലിപ്പല്ല, മറിച്ച് രണ്ടാമത് നമ്മൾ കൊണ്ടുവന്ന അദ്ദേഹം തന്നെ സമ്മതിച്ച ക്ലിപ്പാണ് വിടുന്നത്. അതിന്റെ രേഖയാണത്. കേട്ടില്ല? ഇതും കളവാ. ഇവർ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി ആദ്യം കൊണ്ടുവന്നത്, തെളിവ് കൊണ്ടുവന്നത് ആ ക്ലിപ്പല്ല. ആ ക്ലിപ്പ് തന്നെ ചോർന്നേ വഹാബ് സഖാഫി ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് വഹാബ് സഖാഫി പോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ 2 ക്ലിപ്പ് അല്ലേ? അത് ഈ ഇലക്ഷനിൽ നിന്ന് പറഞ്ഞിട്ടല്ലേ ചോർന്നേ? പിന്നെ അതിന് ശേഷമാണോ ഈ മറ്റേ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്, ഈ സൽമാൻ അസറിന്റെ ഈ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ സജീവമായി എന്ന് പറയാൻ മറ്റേ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. ഒക്കെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് തന്നെ. അല്ല, ഇലക്ഷന്റെ മുമ്പ് ഇപ്പൊ പറഞ്ഞ മാതിരി ഇലക്ഷൻ ഈ പ്രസംഗത്ത് പറഞ്ഞാൽ അറിയോ? അത് ഇലക്ഷന്റെ മുമ്പാണ്. മറ്റേത് ഇലക്ഷനിലാണ്. അത് മുഖദ്ദിമമായി ആയിട്ടതാണ്. അത് ഞാനാണ് പറയേണ്ടത്. ഞാനാണ് പറയേണ്ടത്. അതാണ് അത് ഞാൻ കേൾപ്പിച്ചതാ. ഇജ് പറഞ്ഞ ഇജ് വിശദീകരിക്കണം അല്ലേ? ഇലക്ഷന്റെ മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഇലക്ഷന്റെ മുമ്പ് ഉണ്ടല്ലോ വഹാബുകളൊക്കെ ഒന്നിച്ച് പാണക്കാട് സാദാത്യങ്ങൾക്കും അവരെ കൂടെ ഉള്ളവർക്കെതിരെ എന്ന് രംഗത്തിറങ്ങി ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന മുമ്പനല്ലേ? അപ്പൊ ഇലക്ഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ തെളിവാണ് ശേഷമുള്ള 3 ഇലക്ഷന്റെ മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ആദ്യം അതിന്റെ മുഖദ്ദിമയായിട്ട്. വ്യക്തമായല്ലോ? അപ്പൊ 3 ഇതും കളവാ. പറഞ്ഞത് ഫുള്ള് കളവാ. ഇലക്ഷന്റെ മുമ്പ് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ക്ലിപ്പിട്ട്. അങ്ങനെ ഒരു വാചകം അയ്യോ മലപ്പുറത്തെ പ്രസംഗത്തിൽ കാണിച്ചു തരുമോ? എൻ്റെ കൂട്ടത്തിലുള്ള കുരുവട്ടുള്ള ആർക്കും കാണിച്ചു തരാൻ കഴിയുമോ? ഇലക്ഷന് മുമ്പ് ഇറങ്ങി കരുളായി, പിന്നെ കരുളായി ഇലക്ഷനിൽ ഇറങ്ങി, വഹാബ് സഖാഫി ഇലക്ഷന് മുമ്പ് ഇറങ്ങി, പിന്നെ ഇലക്ഷനിൽ ഇറങ്ങി എന്ന് പറഞ്ഞിട്ടാണോ ഇതാ ക്ലിപ്പിട്ട് തന്നെ? എൻ്റെ പ്രസംഗം ഒന്ന് കേട്ടു വയ്ക്കുക. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഈ ഇലക്ഷനിൽ ലീഗിനെതിരെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞിട്ടാണ് രാജമുസ്ലിയാക്കന്മാർ പ്രവർത്തിച്ചു. അതിന് നേതൃത്വം കൊടുത്ത ഹക്കീം മസീരിയാണ്
ഏ എന്നിട്ട് അപ്പുറത്തുനിന്നും കുറച്ച് ആൾക്കാരെ ഇങ്ങോട്ട് ഇവരെ വരുതിയിലാക്കി. സൽമാൻ നസീറിനെ പോലത്തെ ആൾക്കാരും വരുതിയിലാക്കി. എന്നിട്ട് പണ്ട് എ പിക്കാർ കളിച്ച കളി കളിച്ചു ഈ ഇലക്ഷനിൽ. അവിടെ ഇലക്ഷന് മുമ്പ് വഹാബ് സഖാഫിനെ പറ്റിയും പറഞ്ഞിട്ടില്ല, കരുളായിനെ പറ്റിയും പറഞ്ഞിട്ടില്ല. രണ്ടും പറഞ്ഞത് ഇലക്ഷനിൽ തന്നെ. ആ നിലമ്പൂർത്തെ ക്ലിപ്പും ആ SMF പരിപാടിയുമായി ബന്ധപ്പെട്ട് മൂപ്പർ നടത്തിയ ആ പ്രസംഗവും ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞതാന്ന് പറഞ്ഞാൽ പറഞ്ഞത്. അതിനുശേഷം തെരഞ്ഞെടുപ്പിൽ സജീവമായി ഈ ഇലക്ഷനിൽ സജീവമായി പ്രവർത്തിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് പിന്നെ ആ ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ 3 ക്ലിപ്പ് പറഞ്ഞത്. ആ 3 ക്ലിപ്പ് പറഞ്ഞതിനെ പറ്റി തർക്കമില്ല. അത് മൂപ്പരും പറഞ്ഞിട്ടുണ്ട്. മൂപ്പരും നിലപാട് ഏത് സംഘടന ആയാലും ആ സംഘടന നിലപാട് പറയും. അതൊരു വ്യക്തിനെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. അത് ഏത് വ്യക്തിയാണെങ്കിലും ആ പ്രസ്ഥാനത്തിനും സുന്നത്തിമാരുടെ സംഘടനക്കും എതിരായി പ്രവർത്തിക്കുന്ന ആരായാലും, അത് ലീഗായാലും മാർക്സിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും, അത് ഈന്ന് ഗുണം ചെയ്യുന്നവരാരോ ഓരെ നോക്കി വോട്ട് ചെയ്യണം. അത് പലവരും ഉണ്ടാവും. ലീഗിലുണ്ടാവും ഗുണം ചെയ്യുന്നവര്, മാർക്സിസ്റ്റിലും ഉണ്ടാവും, കോൺഗ്രസിലും ഉണ്ടാവും, INL ഉണ്ടാവും. എന്നാലോ എതിർക്കണവരും ഇതാക്കണവരും എല്ലാത്തിലും ഉണ്ടാവും. അതൊക്കെ നിർണയിച്ചിട്ടാണ് വോട്ട് ചെയ്യേണ്ടത് എന്നാണ് അവിടെ പറഞ്ഞത്. അതെല്ലാവരും ഒടുവിൽ അതിൽ തന്നെ നേരത്തെ EK വിഭാഗത്തിൽ സജീവമായിരുന്ന ചില ആളുകളെ കൂടി ഹക്കീം അസ്ഹരിയുടെ വലയത്തിൽ കുടുക്കി. അങ്ങനെയാണ് അവരെ കൊണ്ടും നേരത്തെ AP വിഭാഗം കളിച്ച കളി കളിപ്പിച്ചത് ഈ ഇലക്ഷനിൽ. ഒടുവില് നേരത്തെ EK വിഭാഗത്തിൽ സജീവമായി പ്രവർത്തിച്ച ആളുകളെ കൂടി ഹക്കീം അസ്ഹരിന്റെ വലയിൽ കുടുക്കി. അങ്ങനെയാണ് മുമ്പ് AP വിഭാഗം കളിച്ച കളി ഇവരെ കൊണ്ടും കളിപ്പിച്ചത്, അല്ലെങ്കിൽ ഇവരും കളിച്ചത് ഈ ഇലക്ഷനിൽ. അപ്പൊ ഈ ഇലക്ഷനിൽ മുമ്പ് AP ക്കാർ കളിച്ച കളി കളിച്ചു, അല്ലെങ്കിൽ കളിപ്പിച്ചു. ആരെ കൊണ്ട്? നേരത്തെ EK വിഭാഗത്തിൽ സജീവമായി പ്രവർത്തിച്ച ആളുകൾ ഓലും കൂട്ടി, ഇവിടുന്ന് വഹാബ് സഖാഫിയും കൂടി. എന്നിട്ട് ഈ ഇലക്ഷനിൽ മുമ്പ് കളിച്ച കളി തന്നെ കളിച്ചു. ഈ ഇലക്ഷനിൽ അത് എവിടെ പറഞ്ഞതല്ല. ഈ ഇലക്ഷനിൽ എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അല്ലേ രാജു പറഞ്ഞത്? ഇലക്ഷന്റെ മുമ്പ് പറഞ്ഞതാണ്, മറ്റേത് ഇലക്ഷന് ശേഷം പറഞ്ഞതാണ്, അല്ല മറ്റേ ഇലക്ഷനിൽ പറഞ്ഞതാണ് എന്ന് പറയാനാണ് ഞാൻ ക്ലിപ്പിട്ട്. ഒക്കെ കളവാ. ഈ ഇലക്ഷനിൽ പറഞ്ഞിട്ട് ഈ പറഞ്ഞതിന് ശേഷമാണ് ഈ ചങ്ങായി ആ നിലമ്പൂർ അസ്ഹരി നടത്തിയ പ്രസംഗത്തിന്റെ ക്ലിപ്പ് കൊണ്ടിട്ടുണ്ട്. അപ്പൊ എന്താ ആൾക്കാർ വിചാരിക്കുക ഈ ഇലക്ഷനിൽ പ്രസംഗിച്ചാണെന്നല്ലേ? ഇപ്പം വന്ന് പറയാം ഞാൻ ഇലക്ഷന് മുമ്പ് ഇറങ്ങി എന്ന് പറയുന്നത് കൊടുക്കുന്ന തെളിവാണ്, മറ്റേത് ഇലക്ഷനിൽ ഇറങ്ങി എന്ന് പറയാൻ വേണ്ടി കൊടുക്കുന്ന തെളിവാണ്. വീണ്ടും പറയാ കളവ് പറഞ്ഞു കാണ്ട് എത്ര അതിൽ സർവ്വം കളവാ. ഒക്കെ അതിന്റെ ഫോണിലുണ്ടാകും. ഇപ്പം മുഴുവൻ കിട്ടാത്തിരില്ല. ന്യായീകരിച്ച് ഇങ്ങനെ കളവ് പറഞ്ഞ് ഒപ്പിക്കുക, പച്ച നുണ പറഞ്ഞു കാണ്ട്. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഈ ചങ്ങായി ഈ പ്രസംഗം നടത്തുന്നത് മലപ്പുറത്തെ ആ പ്രസംഗം തുടങ്ങി ഓന് ഈ വിഷയത്തിലേക്ക് വരുന്നത് നോക്കി കേട്ടോക്കി. ഓന് മറ്റു വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിലേക്ക് വരുന്നുണ്ട്, ഈ വിഷയത്തിലേക്ക് കിടക്കുന്നുണ്ട്. ഓരോ വിഷയം പറഞ്ഞിങ്ങനെ പോരല്ലോ. അങ്ങനെ പിന്നെ അവസാനം വന്ന വിഷയം എന്തായി? സത്യം പറയില്ല, സർവ്വം കളവേ പറയുള്ളൂ. കൂട്ടിമാറ്റലും മട്ടിമറികളും തിരിമറികളും തട്ടിപ്പും വെട്ടിപ്പും കളവും ചതി മഞ്ചരി നടത്തുന്നവരാണെങ്കിൽ ഗ്രൂപ്പുകൾ എന്നുള്ള ഞങ്ങൾക്ക് എന്നോ ബോധ്യപ്പെട്ട നമ്മളെ കൈ മുങ്ങി കുത്തർക്ക്. നമ്മുടെ ഇടയിൽ ഇനി പാട് പറയേണ്ട ആവശ്യമില്ല, എന്നോടൊന്നും പാട് പറയേണ്ട ആവശ്യമില്ല. ഞാനൊക്കെ കണ്ട് അനുഭവിച്ച് ബോധ്യപ്പെട്ട് ആയിരക്കണക്കിന് ക്ലിപ്പുകൾ എൻ്റെ കയ്യിൽ വെച്ചിട്ട് എൻ്റെ ഫോണിൽ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കേണ്ടത്. ആറിൻ്റെ അടുത്ത് വന്നോളി, നേരിട്ട് ബന്ധപ്പെട്ടോളി. ഇവരുടെ അടുത്ത് ചതിയും മഞ്ചരിയും തട്ടിപ്പും വെട്ടിപ്പും എൻ്റെ കയ്യിലുണ്ട്, വെറുതെ പറയില്ല. ഞങ്ങൾ പ്രഭാഷകനാണല്ലോ അതിന്റെ ലക്ഷ്യം പറയേണ്ടത്. അപ്പൊ ആദ്യം പറയുന്ന മുഖദ്ദിമയാണ്. അത് നേരത്തെ തന്നെ നിങ്ങൾ ഒന്നിച്ച് ഇവർക്കെതിരെ രംഗത്തിറങ്ങിയതാണ്, പിന്നെ തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങിയതാണ്, പിന്നീട് ഞങ്ങൾ വിട്ടത്. ക്ലിയർ ആണല്ലോ? പ്രഭാഷകൻ തന്നെയാണ് ലക്ഷ്യം പറയേണ്ടത്. പക്ഷേ ഈ പറഞ്ഞ ലക്ഷ്യം കളവാണ്. ആദ്യം പറഞ്ഞ മുഖദ്ദിമാണ്. ഇലക്ഷന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയാനാണ് ഞാൻ കൊടുത്തത്. ഇലക്ഷനിൽ ഇറങ്ങിയെന്ന് പറയാനാണ് ഞാൻ ഈ 3 കൊടുത്തത്. മറ്റേത് നിലമ്പൂരത്തെ ആ SMF ബന്ധപ്പെട്ട ക്ലിപ്പ് ഇലക്ഷന് മുമ്പ് ഇറങ്ങിയെന്നുണ്ടെങ്കിൽ തെളിവാണെന്ന് പറഞ്ഞിട്ട് പച്ചക്കള്ളം പറഞ്ഞല്ലോ. അല്ല, ഈ രണ്ടും ഇലക്ഷനിൽ ഇറങ്ങി എന്ന് പറയാനാണ് പറഞ്ഞത്. ആദ്യത്തെ ക്ലിപ്പ് കൊടുത്തു തന്നെ ഈ ഇലക്ഷനിൽ എന്ന് പറഞ്ഞിട്ട് ആ ക്ലിപ്പ് അങ്ങോട്ട് കാട്ടുന്നത്. എന്നിട്ട് ആ ക്ലിപ്പ് ക്ലിപ്പിക്കണ്ടേ. പിന്നെ അതിനെ ഒന്നുകൂടി സ്ഥിരപ്പെടുത്താൻ വേണ്ടി സജീവമായി ഇറങ്ങി എന്ന് പറയാൻ വേണ്ടിയിട്ട് ആ 3 കൊടുത്തത്. രണ്ടും ഈ ഇലക്ഷനിൽ പറഞ്ഞു എന്ന് പറഞ്ഞു കണ്ട കൊടുന്നത്, ഇറങ്ങി എന്ന് പറഞ്ഞാൽ കൊടുന്നത്. ഈ കേട്ടൊക്കെ എൻ്റെ പ്രസംഗം അതിന്റെ മുഖദ്ദിമ എന്ന് പറഞ്ഞാൽ നടന്നാൽ പോരാ. അതിന് ആദ്യം തൊട്ട് കേക്ക് എവിടുന്നാണ് ഈ വിഷയം തുടങ്ങുന്നത് അവിടുന്ന് കേക്ക്. അപ്പം മനസ്സിലാവും പ്രസംഗത്തിന്റെ ഒഴിക്കാൻ കേട്ടാണ്. പിന്നെ തർക്കപ്പന്ത ആട്ട ക്ലിപ്പ് അതാണോ? അതാണ് ഞാൻ പറഞ്ഞിട്ടില്ല. അതൊരു വിഷയം പറയുമ്പോൾ അതിന് മുഖദ്ദിമയായി മുഖവുരയായി കൊണ്ടുവരുന്നതാണ്. അതെവിടേക്കാണ് ആ പ്രഭാഷകനാ പറയേണ്ടത്? പറഞ്ഞു കഴിഞ്ഞാൽ തീർന്ന്. ഇതും കളവാണ്, പച്ച നുണയാണ്. കാരണം എന്താ അറിയോ? തർക്കം തന്നെയാണ്. തർക്കം നിലമ്പൂരിൽ ഈ സൽമാൻ നസീർ പ്രസംഗിച്ച ആ പ്രസംഗം, SMF തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ ആ പ്രസംഗം, അത് ഈ ഇലക്ഷനിൽ പ്രസംഗിച്ചതാണെന്ന് പറഞ്ഞിട്ടാണ് ഇത് കൊണ്ടുവന്നത്. അതിനാ ക്ലിപ്പ് നമ്മളിട്ട് ഈ ഇലക്ഷനിൽ എന്ന് പറഞ്ഞാൽ ഏത് ഇലക്ഷനിലാ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ അതല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ? ഈ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ അല്ല ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോ? ഈ ഇലക്ഷനിൽ ഇറങ്ങി പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ ക്ലിപ്പിട്ടേ. അപ്പൊ ഇജി പറഞ്ഞിട്ടുണ്ടേ ഈ ഇലക്ഷനിലാണെന്ന്. ഇപ്പം കൈ കഴുകിയിട്ട് കാര്യമില്ല, ഉരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് മുഖദ്ദിമായി പറഞ്ഞൊന്നുമല്ല. അതിന് മുമ്പ് വഹാബ് സഖാഫിന്റെ ക്ലിപ്പ് വെച്ചിട്ടുണ്ട്. അത് എന്ത് മുഖദ്ദിമേ? ഈ സൽമാൻ നസീറിന്റെ ക്ലിപ്പിന് തൊട്ട് മുമ്പല്ലേ വഹാബ് സഖാഫി പോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ജബ്ബാറാജിന്റെ ക്ലിപ്പും അമീർ വൈസി അമ്പലക്കടവിന്റെ ക്ലിപ്പും എന്ത് മുഖദ്ദിമിട്ടതാ? എന്തിനിട്ടതാ? വഹാബ് സഖാഫി ഈ തെരഞ്ഞെടുപ്പിൽ
ജബ്ബാറാജിക്കെതിരിലും മുസ്ലിം ലീഗിനെതിരും ഇറങ്ങിയിട്ടുണ്ട് എന്ന് തെളിയിക്കാനല്ലേ? അതിന്റെ ശേഷമല്ല ചങ്ങായി ജിദ്ദ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ സൽമാൻ നസരി ഇറങ്ങിയിട്ടുണ്ട്, വഹാബ് സഖാഫി ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ സൽമാൻ നസരി നിരന്തരമായി എന്താക്കി? നിരന്തരമായി ഇറങ്ങി, സജീവമായി എന്ന് പറയാനാണ് മറ്റേ 3 ക്ലിപ്പ് കൊണ്ടിട്ടുണ്ട്. എനിക്ക് തലച്ചോറില്ല, ബുദ്ധിയുള്ളവർക്ക് കേൾപ്പിച്ചെടുക്കും എന്റെ പ്രസംഗം. ഇന്നലെ ഇജായിൽ അവിടെ പറഞ്ഞിക്കണോ? അത് തെരഞ്ഞെടുപ്പിന് മുമ്പാണ്, ഇത് തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. ഇപ്പം വേർതിരിപ്പുണ്ടല്ലോ, അന്നമാര് വേർതിരിപ്പാറുണ്ടോ മലപ്പുറത്ത്? ഇല്ല. പേട്ടപ്പം പാച്ചതാണെന്ന് പറയാ, ഒന്ന് ലക്ഷ്യം പറയാൻ വന്നിരുന്നു കളവ് പറഞ്ഞു കണ്ട്. അടുത്തൊന്നുണ്ടോടി ഫുള്ള് കളവാ. ഇതൊന്നല്ല ക്ലിപ്പ്, ഞാൻ സെലക്ട് ചെയ്യാത്ത ക്ലിപ്പ് തന്നെ എന്റെ ഫോണിൽ ഈ ഗ്രൂപ്പ് കിടാത്ത ക്ലിപ്പ് തന്നെ ഇഷ്ടം മാറിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അതിനു മുമ്പിട്ട ഈ ക്ലിപ്പ് അതിന്റെ ആമുഖമായിട്ടതാണ്. അത് തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് പൊതുവായി ആദ്യം അതിന്റെ മുഖദ്ദിമയായിട്ടതാണ്. ഈ മനസ്സിലാക്കിയതാണ്. അത് തെറ്റാണ്. പ്രസംഗം നടത്തി ഞാനാണല്ലോ, ഞാൻ പറയുന്നു അത് മുഖദ്ദിമയായി ആമുഖമായിട്ടതാണ്. പിന്നെ ജബ്ബാർ ഇതും കളവാണ്, ആമുഖമായിട്ടതല്ല, മുഖദ്ദിമായിട്ടതല്ല. ഈ ഇലക്ഷനിൽ ഇറങ്ങി എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ ഇതാ ക്ലിപ്പ് കൊണ്ടിട്ടുണ്ട്. അതിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞ ക്ലിപ്പ് ഏതാ? വഹാബ് സഖാഫി ഇറങ്ങി എന്ന് പറയാൻ വേണ്ടി. അതെന്ത് മുഖദ്ദിമേ, എന്താ മുഖ? വഹാബ് സഖാഫി ഈ തെരഞ്ഞെടുപ്പിൽ ലീഗിനെ തോൽപ്പിക്കാനും ജബ്ബാറാജിനെ തോൽപ്പിക്കാനും വേണ്ടി വഹാബ് സഖാഫി ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വഹാബ് സഖാഫി പോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ജബ്ബാറാജിന്റെ ക്ലിപ്പും അമ്പലക്കടവ് അമീദ് ഫൈസിന്റെ ക്ലിപ്പ് ഇട്ടു. അപ്പോൾ വഹാബ് സഖാഫി ലീഗിനെതിരെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പുറത്തുനിന്ന് ഇറങ്ങി, കണ്ടുകൂട്ടർ ഇറങ്ങി എന്നാണ് ആദ്യം പറഞ്ഞേ. അപ്പോൾ ഇപ്പുറത്തുനിന്ന് ഇറങ്ങിയതോ ഈ സൽമാൻ നസരി. അതിന് തെളിവെന്താ? നിലമ്പൂരത്തെ പ്രസംഗം, ജബ്ബാറാജിക്കെതിരെ പ്രസംഗിക്കുന്നു ഈ ഇലക്ഷനിൽ പറഞ്ഞിട്ടോ, അതവിടെ ഉണ്ട്. അപ്പോൾ ആളുകൾ വിചാരിക്കലെന്താ ഈ ഇലക്ഷനിൽ പറഞ്ഞതാണ്. പിന്നെ സജീവമായി എന്ന് പറയാൻ വേണ്ടിയിട്ട് എങ്ങോട്ട് എൻ്റെ പ്രസംഗം ഞാൻ വിശദീകരിച്ചു തരാം. സജീവമായി എന്ന് പറയാൻ വേണ്ടിയിട്ട് 3 എണ്ണം മറ്റേത് കിട്ടും. അതുണ്ടായത്. ഇതിപ്പോൾ എൻ്റെ പ്രസംഗം ഞാൻ വിശദീകരിക്കണം. ഞാനെന്താ പറയുക? ഞാനാണ് പറയേണ്ടത്. ഒരു പ്രവാചകൻ പ്രസംഗിച്ചാൽ ആ പ്രവാചകനാണ് പറയേണ്ടത് എന്താണെന്നുള്ളത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിമക്കിടന്ന് ഉരുളാൻ പാടില്ല എന്നൊക്കെ മോൻ പറഞ്ഞു കേട്ടോടി. അവിടെ നമ്മളെ പോയിന്റ്. എൻ്റെ പ്രസംഗം വിശദീകരിക്കണം. എന്നാൽ എനിക്ക് കൈകൻ എല്ലാവർക്കും പറ്റും, കൈകൻ ഇറച്ചി ആർക്കും പറ്റില്ല എന്ന് പറഞ്ഞ മാതിരി എനിക്ക് എല്ലാതും ഒരു വിശദീകരണം കൊടുത്താൽ പിന്നെയും ഇത് വിശദീകരിക്കുക. നാട് നിങ്ങളെ ക്ലിപ്പിട്ട് കണ്ട് അതായത് എൻ്റെ ഇജ്ജ് പറഞ്ഞ് കേൾക്കണം. എനിക്കൊരു നിയമം, മറ്റുള്ളവർക്ക് വേറെ നിയമമല്ലേ ആ ക്ലിപ്പേറ്റ്. അപ്പൊ ആളുകൾക്ക് അത് മനസ്സിലാകുന്നുണ്ട്. പ്രഭാഷകർ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് അത് പ്രസംഗിച്ച ആളല്ലേ പറയേണ്ടത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും അതിലിങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു ഉരുണ്ടു മറിയേണ്ട ആവശ്യമില്ലല്ലോ. എന്താ മലപ്പുറത്ത് പറഞ്ഞത് കേട്ടില്ല? ഒരു പ്രഭാഷകര്, ഒരു എഴുത്തുകാര് എന്താണ് പറഞ്ഞത്, എന്താണ് എഴുതിയതെന്ന് ആ പ്രസംഗിച്ച ആൾ തന്നെ വിശദീകരിച്ചാൽ പിന്നെ എന്താ ചെയ്യാൻ? നമ്മൾ അത് കേൾക്കണം അല്ലേ? അപ്പൊ ഇജ്ജ് പറഞ്ഞത് ഇജ്ജ് വിശദീകരിച്ചു, അപ്പം പിന്നെ ഇതിൽ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ഞാൻ ചോദിക്കട്ടെ എന്നോട്, പേരോട് ഉസ്താദ് അല്ലാഹു മഅഇസൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ എന്ന് ഉസ്താദ് നടത്തിയ പ്രസംഗം ഇവിടെ വിവാദാക്കിയപ്പം അതിന്റെ പിറ്റേന്നും ഉസ്താദ് തന്നെ എന്താണ് വിശദീകരിച്ചത് എന്ന പ്രസംഗിച്ച പ്രഭാഷകനായ പേരോട് ഉസ്താദ് തന്നെ വിശദീകരിച്ചിട്ട് ഇതെന്താണോ ചെയ്തേ? ഇജെന്താ ചെയ്തേ? ഇജ് മംഗലാപുരത്ത് എന്താ ചെയ്തേ? ആദ്യത്തെ പ്രസംഗം മാത്രം കേൾപ്പിച്ച് അല്ലേ? അതിന്റെ ശേഷം എന്താണ് ആ പറഞ്ഞതെന്ന് ആ പ്രഭാഷകൻ തന്നെ വിശദീകരിച്ചിട്ടില്ലേ? അത് ഇയാൾ മൂടി വെച്ചില്ലേ മോൻ്റെ? എൻ്റെ മംഗലാപുരത്തെ തീർത്തു നോക്കണോ? അതിന് ശേഷം എന്താണ് പറഞ്ഞത്, എങ്ങനെയാണ് പറഞ്ഞത്? പേരോട് ഉസ്താദ് പറഞ്ഞത് എന്താണ്? പേരോട് ഉസ്താദ് തന്നെ വിശദീകരിച്ചു, ആ പ്രഭാഷകൻ തന്നെ വിശദീകരിച്ചു. ജി പറഞ്ഞ ഉസൂൽ എടുക്കുക. ഒരാൾ പറഞ്ഞ ആളാണ് വിശദീകരിക്കേണ്ടതെങ്കിൽ ആ പറഞ്ഞ ആൾ വിശദീകരിച്ച വിശദീകരണം അവിടെ മൂടി വെച്ചിട്ട് ആദ്യത്തെ കേൾപ്പിച്ച എങ്ങനെ ഉണ്ടാവും? ആ പണിയിലെ നടത്തിയത്. അപ്പൊ അനക്ക് ഇത് വാതകല്ലേ? കൈകന് എല്ലാം ഇറച്ചും പറ്റും, കൈകന് ചേർക്കാൻ പറ്റൂല. അനക്ക് എല്ലാവരും വിശദീകരിക്കാം. ആ പറഞ്ഞ ആളുകൾ വിശദീകരിച്ചാൽ പോലും പിന്നെ വിശദീകരിച്ച് നടക്കണല്ലോ. ആ വിശദീകരണം അവിടെ വെച്ചിക്കാണ്ട് എൻ്റെ ആർക്കും വിശദീകരിക്കാൻ പാടില്ല. എൻ്റെ തെറ്റി പറഞ്ഞാണ്ട് കേൾക്കണം. മറ്റുള്ളത് എനിക്ക് പറ്റും, ഇജിങ്ങനെ വിശദീകരിക്കുക. ഒരു വിശദീകരിച്ച വിശദീകരണം അവിടെ മൂടിയൊക്കെ ചെയ്യാം. പേരോട് ഉസ്താദിന്റെ വിഷയത്തിൽ എന്താ ഉണ്ടായത്? ഇപ്പം ഉസ്താദ് പറഞ്ഞ ഉസ്താദിനെ വിശദീകരിച്ചിട്ടില്ലേ? ഉസ്താദ് തന്നെ പറഞ്ഞിട്ടില്ലേ? ഇയാളിങ്ങനെ വെല്ലുവിളി മുമ്പ് ഇയാൾ ഇറ്റാലിയിൽ പോയിട്ട് വെല്ലുവിളിച്ച് പേരോട് ഉസ്താദിന് പേരോട് തയ്യാറുണ്ടോ പോരാൻ വെല്ലുവിളി കേട്ട് ജനിച്ചാളാ പേരോട്. ബാബാമുഖിന് കുത്തുബായി ഒന്നാണ് ചെറുപ്പത്തിൽ തന്നെ ഗണ്ണനായിട്ട് വളർന്ന നേതാവാണ്. അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ഇവരൊക്കെ നമ്മളെ ആദർശ രംഗത്തുള്ള എത്ര വലിയ നോക്കൂ നിങ്ങൾ. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഈ വിവാദത്തിന്റെ സിറാജുലുദയുടെ പരിപാടി ബാബാമുഖിന് കുത്തുബായി ഒന്നാണ് ചെറുപ്പത്തിൽ തന്നെ ഗണ്ണനായിട്ട് വളർന്ന നേതാവാണ്. അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ഇവരൊക്കെ നമ്മളെ ആദർശ രംഗത്തുള്ള എത്ര വലിയ നോക്കൂ നിങ്ങൾ. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഈ വിവാദത്തിന്റെ സിറാജുലുദയുടെ പരിപാടി ഉസ്താദ് അന്ന് പറഞ്ഞു ഞാനിത് പുറത്തിറങ്ങിയാണ്ട് ഇനി എല്ലാവരും ഇത് കേൾക്കണ്ടേ. പേരോട് ബാബാമുഖിന് കുത്തുബായി ഒന്നാണ്
ചെറുപ്പത്തിൽ തന്നെ ഗണ്ണന് മണ്ണായിട്ട് വളർന്ന നേതാവാണ്. അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ഈ കാര്യങ്ങൾ പറയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അജ്മഈൻ അമ്മാ ബഅദ്. ചൂടായിട്ട് നമുക്കൊക്കെ വട അങ്ങോട്ട് പോവാണ്.